ശൈലജ എന്ന് പറഞ്ഞവർ ഇന്നത്തെ സുവിശേഷത്തിൽ ഒരു കുഷ്ഠരോഗി ഈശോയുടെ അടുക്കൽ വന്ന് സാഷ്ടാംഗം വീണ് പ്രണമിക്കുന്നതും അദ്ദേഹത്തിന്റെ ആവശ്യം ചോദിക്കുന്നതും ഈശോ അദ്ദേഹത്തിന്റെ രോഗം മാറ്റി കൊടുക്കുന്നതുമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇവിടെ ഏറ്റവും അവസാന ഭാഗത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്, ഈശോയുടെ പ്രശസ്തി മുഴുവൻ ആ നഗരം മുഴുവൻ വ്യാപിച്ചു. അതായത് ഈശോ ഈ കുഷ്ഠരോഗിയോട് പറയുന്നു, ഇതിനെക്കുറിച്ച് നീ ആരോട് പറയരുതെന്നൊക്കെ പറയുന്നു. എന്നാലും അദ്ദേഹം വഴിയും മറ്റുള്ളവർ വഴിയും ഈശോയുടെ സ്ഥലത്തെത്തി ആ നഗരം മുഴുവൻ, നാട് മുഴുവൻ വ്യാപിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഒരുപാട് പേര് ഈശോയുടെ അടുത്തേക്ക് രോഗശാന്തി നേടുന്നതിനും വചനങ്ങൾ കേൾക്കുന്നതിനുമായിട്ട് ഒരുപാട് പേര് ഈശോയുടെ ചുറ്റും തിങ്ങിക്കൂടുകയാണ്. നമ്മൾ അവിടെ ഇപ്രകാരം വായിക്കുകയാണ്, ഈശോയാകട്ടെ വിജന പ്രദേശത്തേക്ക് പിൻവാങ്ങിക്കൊണ്ടിരുന്നു എന്ന് പറയുകയാണ്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് വെച്ചാൽ ഈശോയ്ക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് നമുക്കറിയാം. ഈശോ ഇന്നത്തെ സുവിശേഷത്തില് നമ്മൾ നോക്കുമ്പോൾ ഈശോയുടെ ഒരു ഫാൻസിന്റെ ഒരു നടുവിൽ ഈശോ നിൽക്കുകയാണ്. ഈശോ അങ്ങനെ നിൽക്കുന്ന സമയത്ത് പോലും ഈശോ ഈ വലിയൊരു ഫാൻസിന്റെ ഒരു കൂട്ടത്തിന്റെ നടുക്ക് നിൽക്കാനല്ല ഈശോ ഇഷ്ടപ്പെടുന്നത്, മറിച്ച് അവിടെ നിന്ന് മാറി പ്രാർത്ഥനയിൽ ദൈവത്തോട് കൂടി ആയിരിക്കാനായിട്ടാണ് ഈശോ ആഗ്രഹിക്കുന്നത്. വലിയ തിരക്കുകൾക്കിടയിൽ നിന്നും ഏകാന്തതയിൽ ദൈവത്തോടൊപ്പം ആയിരിക്കാനായിട്ട്, പിതാവിനോടൊപ്പം ആയിരിക്കാനായിട്ട്, പ്രാർത്ഥനയിലായിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ഈശോ ഇന്നത്തെ സുവിശേഷം നമ്മൾ കാണുകയാണ്. സ്നേഹമുള്ളവർ, ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഇപ്രകാരം തന്നെയാണ്. അതായത് ഇപ്പോൾ പെരുന്നാളുകളുടെ സീസണാണ് അല്ലേ? നമ്മൾ എല്ലായിടത്തും വലിയ ക്രൗഡും വലിയ പുരുഷാരവും വലിയ ആഘോഷങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഇതിന്റെ ഇടയിൽ നിന്നൊക്കെ മാറിയിട്ട് ഏകാന്തതയില് ദൈവത്തോടൊപ്പം ആയിരിക്കാനായിട്ട് ഒരല്പസമയം കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ആഘോഷങ്ങളും ആരവങ്ങൾക്കും അപ്പുറത്ത് ദൈവത്തോടൊപ്പം ആയിരിക്കാനായിട്ട്, ഞാനും ദൈവവുമാകുന്ന ഒരു ചെറിയ ഒരു സമയമെങ്കിലും ഓരോ ദിവസവും കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കും. അതിനുള്ളൊരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമർത്ഥമായിട്ട്